ഇന്ന് എല്ലാവരും വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്ട്. അതിന് മറ്റൊരു കാരണവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിന് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾ കിട്ടിയ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് കമ്പയർഡ് ടു അതിന്റെ മുന്നത്തെ ഉള്ള ഇയേഴ്സിനെ. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മോർ ദാൻ 30% റിട്ടേൺ ഗോൾഡിന് കിട്ടിയിട്ടുണ്ട്. അപ്പം കാലങ്ങളായി ഗോൾഡ് കയ്യിൽ വെച്ചവർക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ ഗോൾഡ് വാങ്ങിയവർക്കും വളരെയധികം നല്ല അപ്രിസിയേഷൻ ആണ് ഉണ്ടായത്. ആൻഡ് എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു വോളറ്റൈൽ മാർക്കറ്റിൽ. അപ്പം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവരും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെസ്റ്റ് മാർഗം എന്താണെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ട് രീതിയിൽ, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങാം, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് വാങ്ങാം, എന്നിട്ട് അത് കയ്യിൽ വെക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ വിൽക്കുക, അതിന്റെ ക്യാഷ് അപ്രിസിയേഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, പകരം അതർ മറ്റു മാർഗങ്ങൾ ഗോൾഡ് ഫണ്ടിലോ ഗോൾഡ് ETF-ലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ഏതാണ് ഒരു ബെറ്റർ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ ഗോൾഡിൽ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പണിക്കൂലിയാണ്. അപ്പൊ പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആവറേജ് ഒരു പണിക്കൂലി എടുക്കുകയാണെങ്കിൽ ഒരു 9% 10% ഒക്കെ പണിക്കൂലി ഗോൾഡിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 10 പവൻ ഗോൾഡ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം പല ഇയറിംഗ്സ് ആയിട്ടും മാലയായിട്ടും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 10% ആവറേജ് പണിക്കൂലി വരുന്നു. അപ്പൊ ഒരു 10 പവൻ എടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു 7.5 ലക്ഷത്തിലധികം ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് ആവും. അതിന്റെ കൂടെ പണിക്കൂലി വരുന്ന സമയത്ത് അതൊരു 8.5 ലക്ഷത്തിന്റെ മുകളിലേക്ക് പോകും. അപ്പം അടുത്ത ഒരു വർഷത്തിൽ 10% അപ്രിസിയേഷൻ ഗോൾഡിന് കിട്ടിയാൽ കൂടെ ഈ ഓർണമെന്റ്സ് വാങ്ങിയ ആളുകൾക്ക് ഒരു തരത്തിലുള്ള അപ്രിസിയേഷനും കിട്ടുന്നില്ല. ആള് ചെറിയ രീതിയിലെങ്കിലും സ്റ്റിൽ ലോസിലായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ആയിട്ട് ഗോൾഡിനെ കാണുന്ന സമയത്ത് ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു തരത്തിലും ഒരു ബുദ്ധിപരമായ കാര്യമല്ല. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അവിടെ പണിക്കൂലി കുറവാണ്. ഇനി ഇതൊന്നും അല്ലാത്ത ഫിസിക്കൽ ഗോൾഡ് അല്ലാത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് ETF-കളാണ്. അപ്പൊ ഗോൾഡ് ETF-കളെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. എങ്ങനെയാണ് ETF വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ട്. ഗോൾഡ് ETF-കൾ എന്ന് പറഞ്ഞാൽ മറ്റ് ETF-കളെ പോലെ തന്നെ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അതായത് ഗോൾഡ് ETF-ന്റെ ഫണ്ട് ഹൗസ് ഫിസിക്കൽ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ 99.5% പ്യൂരിറ്റി ഉള്ള ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് ക്യാഷ് ആയിട്ട് വെക്കും, ഒബ്വിയസ്ലി റിഡംഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് ഈ ഫണ്ടുകൾ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറയുക. അപ്പൊ മാർക്കറ്റ് അവേഴ്സിൽ നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ആയിട്ടുള്ള ഗോൾഡ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്കൂലിയുടെ ഒരു കുറവ് ഒരിക്കലും നമ്മളെ തട്ടുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറയും ഗോൾഡ് ETF-കളിൽ GST കൊടുക്കേണ്ടതില്ലോ എന്നുള്ളത്. അത് ശരിയാണ്. ഗോൾഡ് ETF-കൾ വാങ്ങുമ്പോൾ നമ്മൾ GST കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് 3% GST കൊടുക്കണം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ETF-കളും ഫിസിക്കൽ ഗോൾഡിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫണ്ട് ഹൗസുകൾ ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ GST അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് GST ഇല്ല എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡിനെയും അല്ലെങ്കിൽ ഗോൾഡ് ETF-കളെയും തരംതിരിക്കാവുന്ന ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇൻടേൺ നമ്മൾ ബൈ ചെയ്യുന്ന ആളുകൾ ഇതിൽ GST കൊടുക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി ഫിസിക്കൽ ഗോൾഡിലാണ് ഇത് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് ETF-കളുടെ ഏറ്റവും ഒരു വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗോൾഡ് ഒരിക്കലും സേഫ് ആയിട്ട് കൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഡിമാറ്റ് ഹോൾഡിങ്ങിൽ കിടന്നോളും. വളരെ ഈസി ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഡിമാറ്റ് ഹോൾഡിങ്ങിൽ ഒരു ഹെഡ്ജ് പോർട്ട്ഫോളിയോ, അതായത് ഒരു ഗോൾഡ് പോർട്ട്ഫോളിയോ ഒരു ഹെഡ്ജ് പോർട്ട്ഫോളിയോ ആയിട്ട് മറ്റുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകളെ ഒരു ഹെഡ്ജ് പോർട്ട്ഫോളിയോ ആയിട്ട് ആക്ട് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ചൊരു ടൂൾ ഗോൾഡ് ETF തന്നെയാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഗോൾഡ് ഫണ്ടുകളാണ്, അത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ. പക്ഷെ നിങ്ങൾ ഏതൊരു ഗോൾഡ് ഫണ്ടുകൾ എടുത്തു നോക്കിയാലും ഒട്ടുമിക്ക കേസിലും ഈ ഫണ്ടുകൾ ഇന്റേൺ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ETF-കളിലായിരിക്കും. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SBI ഗോൾഡ് ഫണ്ട്. അപ്പൊ SBI ഗോൾഡ് ഫണ്ടിൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ലാഭകരം SBIയുടെ ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഫണ്ട് SBIയുടെ ഗോൾഡ് ഫണ്ട് എന്ന ഫണ്ട് നേരിട്ട് SBIയുടെ ഗോൾഡ് ETF-ൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ 1% ഒരു എക്സ്പെൻസ് ഫീയും കൊടുക്കേണ്ടി വരുന്നുണ്ട് ഫണ്ട് മാനേജ്മെന്റിന്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്ഷനുകളിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഗോൾഡ് ETF.